പോലീസിലെ തെറ്റായ കീഴ്വഴക്കങ്ങൾക്കെതിരെ നിരന്തരമായി ശബ്ദിക്കുകയും പോലീസിലെ ശുദ്ധീകരണത്തിന് വേണ്ടി പോരാടുകയും ചെയ്ത ആളാണ് ഉമേഷ് വള്ളിക്കുന്ന്. എന്നാൽ അദ്ദേഹം ഇനി അധികം കാലം പോലീസിലുണ്ടാവില്ല എന്നുള്ളൊരു ദുഃഖകരമായ അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അദ്ദേഹത്തെ ജോലിയിൽ നിന്ന് പിരിച്ചുവിടാനാണ് സർക്കാരിൻ്റെ തീരുമാനം. എന്തായാലും ഇപ്പോൾ ഉമേഷ് വള്ളിക്കുന്ന് നമ്മോടൊപ്പം ചേരുന്നുണ്ട്. ഒടുവിൽ അത് പ്രതീക്ഷിച്ചത് തന്നെയാണോ അങ്ങനെ പിരിച്ചുവിടൽ ഉണ്ടാവും എന്നുള്ളത്? തീർച്ചയായിട്ടും പിരിച്ചുവിടലിന് നീക്കം നടക്കുന്നുണ്ടെന്ന് നമുക്കറിയായിരുന്നു. ഇപ്പോൾ ഇന്നലെയാണ് അതിൻ്റെ ഒരു കാരണം കാണിക്കൽ നോട്ടീസ് കിട്ടിയത്. 15 ദിവസം പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നു. 15 ദിവസം കൊണ്ട് കാരണം എന്തെങ്കിലും ബോധിപ്പിക്കാൻ പറഞ്ഞിട്ട് അതൊരു പ്രഹസനം പോലത്തെ സാധനമാണ്. താങ്കൾ പലപ്പോഴും ഈ പോലീസിനകത്തുള്ള കുറേ ദുഷ്ചെയ്തികളെ ചോദ്യം ചെയ്ത ഒരാളായിരുന്നു. പക്ഷേ ആ ഒരു ശുദ്ധീകരണ പ്രവർത്തനമൊന്നും ഒരു കാലത്തും പോലീസിൻ്റെ അകത്ത് നടന്നിട്ടില്ല എന്നുള്ളത് കൂടിയാണ്. ഈ അടുത്ത കാലത്തൊന്നും ചില മാറ്റങ്ങൾ മാത്രമാണ്, വളരെ കുറച്ച് മാറ്റങ്ങൾ മാത്രമാണ് പോലീസിനകത്ത് വന്നിട്ടുള്ളത്. ഇനി എപ്പോഴെങ്കിലും അങ്ങനെ പോലീസിലൊരു മാറ്റം ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നുണ്ടോ? മാറ്റം തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ചെറിയ എൻ്റെ ഇൻക്രിമെൻ്റ് ഓരോ സംഭവങ്ങളിലും പോവുകയാണെങ്കിലും അതിന് ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ പോലീസിൻ്റെ സാലറി സ്വകാര്യ ബാങ്കിന് മറിക്കാനുള്ള ഒരു സാധനം ഉണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു PR ഇതിൽ പറഞ്ഞിരിക്കുന്ന ഒരു നടപടി അതാണ്. അതിനെൻ്റെ 2 ഇൻക്രിമെൻറ്റ് കട്ട് ചെയ്തതാണ്. പക്ഷേ അത് അവർക്ക് നടപ്പാക്കാൻ പറ്റിയില്ല. അതുപോലെ പോലീസിനൊരു ലൊടുക്ക ഹെൽമെറ്റ് പിടിപ്പിച്ച് പോലീസിനെ പറ്റിച്ച സംഭവം ഉണ്ടായിരുന്നു. അതിൽ ഞാൻ പോസ്റ്റ് ഇട്ടു, അവർക്ക് വേറെ ഒറിജിനൽ ഹെൽമെറ്റ് കൊണ്ടുവരേണ്ടി വന്നു എന്നൊക്കെ. പക്ഷേ എൻ്റെ 2 ഇൻക്രിമെൻറ്റ് അതിലും കട്ട് ചെയ്തു. കാരണം പരസ്യമായിട്ട് പറഞ്ഞു, നിയമാനുസൃതമായിട്ടും പരാതി നൽകിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. നിയമാനുസൃതമായി പരാതി നൽകിയാൽ ഒരു നടപടി ഉണ്ടാവില്ല. നമ്മൾ സോഷ്യൽ മീഡിയയിലിട്ടു, മീഡിയ അതിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മാറ്റം ഉണ്ടായത്. അപ്പോൾ അങ്ങനെ മാറ്റം ഉണ്ടാകുന്നു. അതുപോലെ പോലീസുകാർ പ്രതികരിക്കാൻ തുടങ്ങി. ഒരു അടിമ എന്നുള്ള മനോഭാവത്തിൽ നിന്നും പോലീസുകാർ മാറി. ഇപ്പോൾ പോലീസുകാർ തിരിച്ചു ചോദിക്കാൻ തുടങ്ങി. മണ്ടൻ മെമ്മോകളൊക്കെ കിട്ടുമ്പോൾ കിടിലൻ മറുപടികൾ പോലീസുകാർ കൊടുക്കാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഒരു ചെറിയ മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഒരു വശത്ത് വീണ്ടും ഈ അടിമത്തം തന്നെ തുടരും. ഇത് ഏതൊക്കെ വിഷയങ്ങളിലായിരുന്നു കൃത്യമായ ഒരു വിമർശനം ഉന്നയിച്ചിരുന്നത്? ഇപ്പോൾ ഇതിൽ സൂചിപ്പിച്ച ഒരെണ്ണം, നമ്മളൊരു ആദ്യത്തെ സംഭവം എന്ന് പറയുന്നത് DGPക്ക് കുട പിടിച്ചു കൊടുക്കുകയും ഒരു IPS ഓഫീസർ ഒരു എല്ലാൻഡോ സിറ്റുവേഷനിൽ ഒരു മഴച്ചാറുള്ള സമയത്ത് പോകുമ്പോൾ അയാളുടെ ഗൺമാൻ കുടയുമായിട്ട് ഇയാളുടെ പുറകെ ഓടുന്ന കണ്ട ഒരു സാഹചര്യത്തിൽ അതിനെക്കുറിച്ച് എഴുതിയതിനായിരുന്നു. പിന്നീടുള്ളതൊന്ന് മിഠായി തെരുവിൽ നടന്ന അക്രമങ്ങളുമായി ബന്ധപ്പെട്ട് കമ്മീഷണറുടെ വീഴ്ച ചൂണ്ടിക്കാണിക്കുകയാണ്. അതിൽ 3-ാമത്തെ ദിവസം കമ്മീഷണർ സ്ഥലം മാറ്റി. 17 ദിവസം കഴിഞ്ഞപ്പോൾ എനിക്ക് സസ്പെൻഷൻ വന്നു, നടപടികൾ വന്നു. അപ്പോൾ ആരായിരുന്നു കമ്മീഷണർ? അന്ന് കാളിരാജ് മഹേഷ്. അപ്പോൾ അതാണ് ഒരെണ്ണം. പിന്നെ ഏറ്റവും വിചിത്രമായൊരു സാധനം എന്ന് വെച്ചാൽ ഞാനും മാതിരിയും തമ്മിലുള്ള പ്രണയമായിട്ട് ബന്ധപ്പെട്ടിട്ട് AV ജോർജ് സസ്പെൻഡ് ചെയ്ത സംഭവമാണ്. അതിനെ ESP വിശേഷിപ്പിച്ചിരിക്കുന്നത് അസാൻമാർഗിക പ്രവൃത്തികളിൽ ഏർപ്പെട്ടു എന്നാണ്. അതായത് ഒരു AV ജോർജ് അന്നത്തെ തലമുറയാണെന്നെങ്കിലും വിചാരിക്കാം. ഈ 30 വയസ്സിൽ താഴെയുള്ള ഇനിയൊരു 30 വർഷമെങ്കിലും കേരള പോലീസിനെ ഭരിക്കേണ്ട ഒരു IPS ഉദ്യോഗസ്ഥൻ്റെ ഒരു ചിന്താഗതി അതാണ്. ഒരു അസാൻമാർഗിക പ്രവൃത്തിയാണ് പ്രണയവും വിവാഹം എന്നൊക്കെ കരുതുന്ന തരത്തിലുള്ളൊരു ഇതാണ്. അപ്പോൾ അതൊക്കെ പറഞ്ഞിട്ടാണ്. പിന്നെ ഒന്നുള്ളത് കാട് പൂക്കുന്ന നേരം എന്ന സിനിമയെക്കുറിച്ച് നമ്മൾ പോസ്റ്റ് ഇട്ടത്. അതായത് ഡോക്ടർ ബിജു അതിലെ സംഭാഷണം പോസ്റ്റ് ചെയ്തത് നമ്മൾ ഷെയർ ചെയ്തു. എനിക്കിഷ്ടപ്പെട്ട സീനാണെന്ന് പറഞ്ഞിട്ട്. അത് UAPA കേസ് പന്തീരങ്കാവ് സ്റ്റേഷനിൽ നിലനിൽക്കുന്ന സമയത്ത് പോസ്റ്റ് ചെയ്തത് കൊണ്ട് നമ്മൾ പോലീസിനെ അപമാനിച്ചു എന്ന് പറഞ്ഞിട്ട് AV ജോർജ് എടുത്തൊരു നടപടി. അങ്ങനെയാണ് ഓരോരോ നടപടി. വനിതാ ദിനത്തിൽ പങ്കെടുത്തതിന് അങ്ങനെയുള്ള എന്താ പറയുക, ശരിക്കും പറഞ്ഞാൽ മണ്ടൻ നടപടികളാണ് കൂട്ടിക്കെട്ടിയിട്ടാണ് പിന്നെ പിരിച്ചുവിടാൻ തീരുമാനിച്ചിരിക്കുന്നത്. എന്തായാലും ഒരു പുരോഗമന ആശയമൊന്നും പോലീസിൻ്റെ അകത്തില്ല. എനിക്ക് തോന്നുന്നത് ഒരു ബ്രിട്ടീഷ് പോലീസിൻ്റെ ആ ഒരു പ്രേതം തന്നെയല്ല ഇപ്പോഴും ഈ ഒരു നമ്മളെ കേരള പോലീസിനെയും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും അങ്ങനെയാണെന്ന് നമുക്ക് പറയാം. കാരണം പല ഉയർന്ന ഉദ്യോഗസ്ഥരും അഴിമതിയും കൊള്ളയൊക്കെ നടത്തുമ്പോൾ അവർ സംരക്ഷിക്കപ്പെടുകയും എന്നാൽ ഒരു വിഭാഗം അടിമകളായിട്ട് തന്നെ നിൽക്കേണ്ടി വരികയും അതിന് ചോദ്യം ചെയ്യുന്നവർക്കെതിരെ ഇതുപോലെ നടപടി വരും. ഇപ്പോൾ എന്നെ പിരിച്ചുവിടാൻ തീരുമാനിക്കുന്നത് തന്നെ എനിക്കൊന്ന് മറ്റുള്ളവർക്കൊരു പാടാവാനായിരിക്കും. ഇപ്പോൾ ഒരുപാട് പോലീസുകാർ തിരിച്ച് ചോദ്യം ചെയ്യാനും അല്ലെങ്കിൽ മെമ്മോയ്ക്ക് മറുപടി കൊടുക്കാനും അല്ലെങ്കിൽ ഇത് പറ്റില്ല സാർ, അല്ലെങ്കിൽ KP ആക്ട് പ്രകാരം ഇത് ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ തിരിച്ച് പറയാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവർക്കുള്ളൊരു താക്കീത് കൂടി ആയിട്ടായിരിക്കും നമ്മൾ ഈ ചോദ്യം ചോദിക്കുന്നത് നമ്മളെ പിരിച്ചുവിടുന്നത്. ഈ യുവജന പ്രക്ഷോഭകാലങ്ങളിലൊക്കെ പോലീസിനെതിരെ പ്രധാനമായി ഉന്നയിച്ചിരുന്നത് സംഘടിതരും സായുധരുമായ ക്രിമിനൽസാണ് പോലീസ്. അതിൻ്റെ ഡെഫിനിഷൻ അങ്ങനെ പറയുള്ളൂ, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ കഴിയുള്ളൂ എന്ന് പല പ്രക്ഷോഭകാരികളൊക്കെ പറഞ്ഞ് നമ്മൾ കണ്ടിട്ടുണ്ട് മുൻകാലങ്ങളിലൊക്കെ. അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടോ? ആ അഭിപ്രായം പറഞ്ഞ ആൾക്കാർ ഭരിക്കുമ്പോൾ നേരെ തിരിച്ചാകുന്ന കണ്ടിട്ടില്ലേ? ഇപ്പം ഞാൻ ഇടുന്ന പോസ്റ്റുകൾക്ക് അടിയിൽ വന്നിട്ട് അന്നത്തെ വിപ്ലവകാരികളും അല്ലെങ്കിൽ ആ പാത പിന്തുടരുന്നവരായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് നമ്മളെ തെറി വിളിക്കുകയാണ് ചെയ്യുന്നത്. ഇവൻ സംഖ്യയാണ്, അല്ലെങ്കിൽ ഇവൻ മാവോയിസ്റ്റാണ്, ഇവൻ പോലീസിൽ നിൽക്കേണ്ട ആളല്ല എന്ന് പറയുകയാണ് ചെയ്യുന്നത്. അതാണെങ്കിലും മാറ്റം. ഭരണകൂടം മാറുമ്പോൾ ഇവർ അഭിപ്രായം മാറും. പക്ഷേ സത്യത്തിൽ ഈ സിസ്റ്റം ഇങ്ങനെ തന്നെ നിൽക്കുന്നത്. ഇതിലെ എന്ത് ചെയ്യണം എന്നറിയുന്നൊരു ഭരണകർത്താക്കൾക്ക് പറ്റും. ഒരു ഹോം മിനിസ്റ്ററായിട്ട് പെട്ടെന്ന് ഒരാൾക്ക് വരുമ്പോൾ ഈ സിസ്റ്റം മനസ്സിലാക്കാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പോലീസ് സ്റ്റേഷനിൽ എന്ത് നടക്കുന്നു, എങ്ങനെയാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുന്നതെന്ന് DGPക്ക് അറിയില്ല. കാരണം അദ്ദേഹത്തിൻ്റെ IPS ട്രെയിനിങ് കാലത്ത് എപ്പോഴുമാണ് പോലീസ് സ്റ്റേഷനിൽ ഒരു മണിക്കൂറിലധികം ചിലവഴിച്ചിട്ടുണ്ടാവുക.
പോലീസ് സ്റ്റേഷനിൽ എങ്ങനെ അയാൾ കുറേ സർക്കുലറുകൾ ഇറക്കും, പക്ഷേ അതെങ്ങനെ നടപ്പാകുന്നതെന്നൊന്നും DGP അറിയുന്നില്ല, ഇപ്പോൾ ഹോം മിനിസ്റ്ററും അറിയുന്നില്ല, ആരും അറിയുന്നില്ല. അപ്പോൾ ഏറ്റവും താഴെ പോലീസ് സ്റ്റേഷനിൽ വർക്ക് ചെയ്യാത്ത ഒരുപാട് പോലീസുകാരുണ്ട്. പോലീസിൻ്റെ ഒരു പകുതി പേരൊക്കെ പോലീസ് സ്റ്റേഷനുകളിൽ വർക്ക് ചെയ്യുന്നുള്ളൂ. മറ്റുള്ളവർക്കും പോലീസ് സ്റ്റേഷൻ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് അറിയില്ല. പോലീസ് സ്റ്റേഷനിലാണ് യഥാർത്ഥ പോലീസിൻ്റെ പണികൾ നടക്കുന്നത്. അപ്പോൾ അതിനകത്ത് നിൽക്കുന്നവർക്ക് എന്തെങ്കിലും ആ സിസ്റ്റത്തിൽ മാറ്റം വരുത്താനും തിരുത്താനും കഴിയുള്ളൂ. അങ്ങനെ തിരുത്താൻ ശ്രമിക്കുമ്പോൾ അവർ അടിച്ചമർത്തുകയും ചെയ്യും. അത് എല്ലാ കാലങ്ങളിലും പോലീസിനകത്തുള്ളത്. അപ്പോൾ പോലീസിലെ ഒരു അടിമ സ്വഭാവം, അതായത് ഉയർന്ന ഉദ്യോഗസ്ഥന് പിന്നെ ഷൂവിൻ്റെ ചരട് കെട്ടിക്കൊടുക്കണം, അതുപോലെ തന്നെ മദ്യപിക്കുമ്പോൾ സോഡ തുറന്നു കൊടുക്കണം, സോഡ ഓപ്പൺ ചെയ്ത് കൊടുക്കണം, ബോട്ടിൽ ഓപ്പൺ ചെയ്ത് കൊടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള കുറേ ആക്ഷേപങ്ങൾ അവരുടെ അടുക്കളപ്പണിക്ക് വരെ കോൺസ്റ്റബിളിനെ ഉപയോഗിക്കുന്നു, വലിയ IPS ഉദ്യോഗസ്ഥരുൾപ്പെടെ. എന്നാൽ ഇതിലൊന്നും തന്നെ കേരള പോലീസ് കേരളത്തിൽ ഇത്രത്തോളം പുരോഗമനമായി ചിന്തിക്കുന്ന ഒരു പ്രബുദ്ധ സമൂഹം ഉണ്ടായിട്ട് പോലും പോലീസിൽ വലിയൊരു മാറ്റം കൊണ്ടുവരാൻ നമ്മുടെ ഭരണകൂടത്തിനും കഴിയാതെ പോകുന്നില്ലേ? അത് ഈ ഭരണകൂടത്തിന് ഇതിനകത്ത് എന്ത് നടക്കുന്നു എന്ന് തിരിച്ചറിയാൻ പറ്റില്ല. ഇപ്പോൾ DGP കാണുന്ന അല്ലെങ്കിൽ മുഖ്യമന്ത്രി കാണുന്ന ഒരു റിപ്പോർട്ട് എന്ന് പറയുന്നത് ഈ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ കൊടുക്കുന്നതാണ്. ഈ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ പോലീസ് സ്റ്റേഷനിൽ താഴെ എന്ത് നടക്കുന്നതെന്ന് അറിയുന്നില്ല. അങ്ങനെ ഒരു സംഭവം. ഇപ്പോൾ അതുപോലെയാണ് ഈ പറഞ്ഞ IPS അല്ലെങ്കിൽ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ കൂടെ ജോലി ചെയ്യാൻ പോകുന്ന ആൾക്കാർ. ഇപ്പോൾ പട്ടിയെ കുളിപ്പിക്കുന്ന വിഷയം, പിന്നെ ഒരു ഓഫീസറുടെ മകള് ഡ്രൈവറെ തല്ലിയ വിഷയം, ഇതൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ തേച്ചു മാച്ച് ഒതുക്കപ്പെട്ടു പോയി. പിന്നെ ചിലർ അടിമ മനോഭാവത്തോടെ പോകും. ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഗോകുലമാളിൽ കയറിയപ്പോൾ അവിടെ ഒരു പോലീസുകാരനുണ്ട്. അപ്പോൾ പുള്ളി ഇങ്ങനെ എന്താ ഇവിടെ എന്ന് ചോദിച്ചപ്പോൾ കൈ കൊണ്ട് ആംഗ്യം കാണിക്കുന്നു, അകത്ത് സാറുണ്ടെന്ന്. അതായത് സിനിമ കാണാൻ കയറിയ സാറ് അകത്തുണ്ടെന്ന് വാ തുറന്ന് പറയാൻ ഇല്ലാണ്ട് ആ ബഹുമാനം കാണിക്കുന്ന അത്ര ഭയഭക്തി ബഹുമാനത്തോടെ നിൽക്കുന്ന അങ്ങനത്തെ ആൾക്കാർ ഉണ്ട്. അവരിങ്ങനെ കാലാകാലം ഇവരുടെ ആൾക്കാർ തന്നെ ആയിരിക്കും. എനിക്ക് തോന്നുന്നു അയാളൊക്കെ കാലങ്ങളായിട്ട് IG ഓഫീസിൽ തന്നെ ജീവിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ ഇതിനെ ഒരിക്കലും നന്നാവാൻ സമ്മതിക്കില്ല. ഇത്രയൊക്കെ പോരാട്ടം പോലീസിനകത്ത് ഒരു ശുദ്ധീകരണ പ്രവൃത്തിയുടെ ഭാഗമായിട്ട് നടത്തിയിട്ടും ഒന്നും നടന്നില്ല. ഒടുവിൽ സേനയിൽ നിന്ന് തന്നെ പുറത്തേക്ക് പോകുന്നു. എന്തു തോന്നുന്നു? ഒന്നും നടന്നില്ല എന്ന് തോന്നുന്നില്ല. നമ്മളുണ്ടാക്കിയ ഈ ഒരു ശബ്ദത്തിൻ്റെ അലയൊലികൾ ഇവിടെ തന്നെ ഉണ്ടാവും. ഒരു തലമുറയിൽ കുറച്ച് പേരെങ്കിലും നമ്മളത് ഏറ്റെടുക്കുന്നുണ്ടാവും. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാളെങ്കിലും ചോദ്യം ചോദിക്കാനോ അല്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാനോ അല്ലെങ്കിൽ അനീതിക്ക് കൂട്ടു നിൽക്കാനോ നമ്മളൊരു ആഗ്രഹം അതാണ്. ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരാൾ സത്യസന്ധമായി അല്ലെങ്കിൽ ചോദ്യം ചോദിക്കാൻ ധൈര്യമുള്ള ഒരാളുണ്ടെങ്കിൽ അവിടെ ഒരു ഉരുട്ടിക്കൊല നടക്കില്ല. ഇത് ശരിയല്ല സാർ, ഇത് അടിക്കാൻ പാടില്ല എന്ന് അവർ പറയാൻ പറ്റും. അല്ലെങ്കിൽ ഒരു കസ്റ്റഡി മർദ്ദനം നടക്കില്ല. അങ്ങനെ രൂപപ്പെട്ട് വരട്ടെ എന്നാണ് നമ്മുടെ ആഗ്രഹം. എന്തായാലും ഈ നോട്ടീസിൽ എന്താ പ്രധാനമായിട്ട് പറയുന്നത്? അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇതിൻ്റെ പിരിച്ചുവിട്ടുകൊണ്ടുള്ള ഓർഡർ വരുന്നതാണോ പറയുന്നത്? നോട്ടീസിൽ നമ്മളെ പിരിച്ചുവിടാൻ വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മൾക്ക് ഇത്രയും അച്ചടക്ക നടപടികളുണ്ട്, അതൊക്കെ അന്വേഷിച്ചിട്ട് നമ്മൾ പോലീസിൽ തുടരാൻ യോഗ്യനല്ല. അപ്പോൾ അതുകൊണ്ട് പിരിച്ചുവിടാൻ തീരുമാനിച്ചിട്ടുണ്ട്. 15 ദിവസം കൊണ്ട് എന്തെങ്കിലും കാരണം ഉണ്ടെങ്കിൽ ബോധിപ്പിക്കാം. ആ 15 ദിവസം കഴിഞ്ഞാൽ നമ്മൾ കാരണം ബോധിപ്പിച്ചിട്ടില്ലെങ്കിലും പിരിച്ചുവിടും. കാരണം ബോധിപ്പിച്ചാൽ അത് തൃപ്തികരമല്ലെങ്കിൽ പിരിച്ചുവിടും. ഏതെങ്കിലും തരത്തിലുള്ള നിയമ നടപടി ആലോചിക്കുന്നുണ്ടോ? തീർച്ചയായിട്ടും നമ്മളെ മറുപടി സ്വീകരിക്കാൻ നമ്മളെ പിരിച്ചുവിടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിയമ നടപടികൾ പോകും. ട്രിബ്യൂണലിൽ പോകും, അതിനുശേഷം ഹൈക്കോടതി സമീപിക്കും. എന്തായാലും പോലീസിൻ്റെ അകത്ത് നമുക്ക് ഒരു രീതിയിലുമുള്ള ശുദ്ധീകരണ പ്രവർത്തനങ്ങൾക്കും കഴിയില്ല എന്ന് വീണ്ടും വീണ്ടും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ് സേന. കാരണം ഒറ്റപ്പെട്ട ശബ്ദങ്ങൾ ഉണ്ടാവുന്നു, ചില മാറ്റങ്ങൾ പോലീസിനകത്ത് ഉണ്ടായില്ല എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. പക്ഷേ പൂർണ്ണ അർത്ഥത്തിൽ ഇതിനെ മാറ്റിയെടുക്കാൻ കഴിയുമോ എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും അവശേഷിക്കുന്നുണ്ട്. എന്തായാലും അവിടെ ഒരു രക്തസാക്ഷിയാവുകയാണ് ഉമേഷ് വള്ളിക്കുന്ന് എന്ന പോലീസുകാരൻ. ക്യാമറാമാൻ ശ്രീജിത്തിനൊപ്പം S. വിനേഷ് കുമാർ, അമൃത ന്യൂസ്, കോഴിക്കോട്.